ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഹെൽത്തിയായ ഒരു ഷെയ്ക്ക് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതിനാവശ്യമായ സാധനങ്ങൾ: ഒരു കപ്പ് പാല് തിളപ്പിച്ച് ചൂടാറിയതാണ് കേട്ടോ, പിന്നെ 2 വലിയ നേന്ത്രപ്പഴം, പിന്നെ 2 പാക്കറ്റ് ബൂസ്റ്റ്, ഒരു അര ഗ്ലാസ് കപ്പലണ്ടി തൊലി കളഞ്ഞെടുത്തത്, പിന്നെ 5-6 അണ്ടിപ്പരിപ്പ്, പിന്നെ 5-6 പിസ്ത, പിന്നെ ഇത് വാൾനട്ടാണ് കേട്ടോ. 2 തരത്തിലുള്ള വാൾനട്ട് ഉണ്ട്, പിന്നെ ഒരു 10 ഈന്തപ്പഴം. ഇത്രയും സാധനങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്കിതൊന്ന് പഴമൊക്കെ ഒന്ന് തൊലി കളഞ്ഞൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇത് ഷെയ്ക്കാക്കി ഉണ്ടാക്കിയിട്ട് 2 നേരം ഓരോ ഗ്ലാസ് കുടിക്കുക, ചോറൊക്കെ ഒഴിവാക്കിയിട്ട്. അപ്പോൾ ഒരു മാസം ഇതൊക്കെ അങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ വെയിറ്റ് കുറയും കേട്ടോ. നമുക്ക് അരി ഭക്ഷണം കുറയ്ക്കണം, എന്നിട്ട് ഇത് 2 നേരം ഓരോ ഗ്ലാസ് മാത്രം കഴിക്കുക, ഉച്ചയ്ക്ക് മാത്രം ചോറുണ്ണുക. ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ പഴമൊക്കെ തൊലി കളഞ്ഞ് അരിഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഈന്തപ്പഴത്തിൻ്റെ കുരു കളഞ്ഞിട്ടുണ്ട്, പിസ്ത തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്ത് കൊണ്ടുവരാം കേട്ടോ. ഷുഗറുള്ള ആൾക്കാരാണെങ്കിൽ പഞ്ചസാര ഇടാണ്ട് ഉപയോഗിക്കാം കേട്ടോ. ബാക്കിയുള്ളവർക്ക് വേണമെങ്കിൽ മധുരം ഇടണം. ഇതിനിപ്പോൾ അധികം മധുരം ഉണ്ടാവില്ല, എന്നാലും ഉണ്ടാവും, ഈന്തപ്പഴത്തിൻ്റെ മധുരം ഉണ്ടാവും. അത് മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ കുടിക്കാം. പഞ്ചസാര എന്തായാലും ഉപയോഗിക്കുന്നത് അത്ര നല്ലതല്ല. അപ്പോൾ മിക്സിയിലിട്ട് അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടിക്ക് കൊടുക്കണമല്ലോ. ഇവിടെ അങ്ങനെ ഷുഗർ അങ്ങനെ ആർക്കും ഇല്ലാത്ത കാരണം കുറച്ച് 1 ടീസ്പൂണ് പഞ്ചസാര ഇട്ടു കേട്ടോ. അപ്പോൾ ഒരു മാസം നിങ്ങളിങ്ങനെ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുമോ. ഈ വാൾനട്ട്, പിസ്ത ഇതൊക്കെ നല്ലതാണ്, ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തിനൊക്കെ നല്ലതാണ്. ബദാം പരിപ്പ് ഇല്ലാത്ത കാരണമാണ് കേട്ടോ ഇടാഞ്ഞ്, അല്ലെങ്കിൽ ഇവിടെ ബദാം പരിപ്പ് ഉണ്ടാക്കിയിട്ടാണ് ഇത് ഉണ്ടാക്കാറുള്ളൂ. സൂപ്പർ ടേസ്റ്റുമാണ് കേട്ടോ അത്. അപ്പോൾ ഹെൽത്തി ആയ ഒരു ഷെയ്ക്കാണ് ഇത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കി നോക്കി ഇത് 2 നേരം കഴിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് കഴിച്ച് നോക്കിയോളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം കേട്ടോ.